ഒരു ഇമ്പോർട്ടൻറ്റ് തിയറമാണ് ഫെർമാറ്റ്സ് ലിറ്റിൽ തിയറം. ഇത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് പ്രൈം നമ്പേഴ്സിനാണ്. ഓക്കെ, അപ്പം ഒരു പ്രൈം നമ്പർ പിയും ഒരു ഇൻറ്റിജർ പോസിറ്റീവ് ഇൻറ്റിജർ എയും ഉണ്ടെങ്കിൽ a⁻p−1 ഇസ് കോൺഗ്രുവൻറ്റ് ടു 1 mod p. അതിലൊരു കണ്ടീഷൻ ഉണ്ട്, നോട്ട് ഡിവിസിബിൾ ബൈ p, ഈ a എന്നുള്ള നമ്പർ. അതുപോലെ തന്നെ ഒരു പിയും പ്രൈം പിയും ഒരു എ എന്നുള്ളൊരു നമ്പറും ഉണ്ട്, പോസിറ്റീവ് ഇൻറ്റിജർ വിച്ച് ഈസ് ഡിവിസിബിൾ ബൈ പി ആണെങ്കിൽ ഇതാണ് ഫോർമുല, a⁻p കോൺഗ്രുവൻറ്റ് ടു a mod p. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് നമുക്ക് ഇതേ ഫെർമാറ്റ്സ് ലിറ്റിൽ തിയറം വെച്ചിട്ട് എക്സ്റ്റെൻഡഡ് യൂക്ലിഡിയൻ അൽഗോരിതം ഉപയോഗിക്കാതെയും നമുക്ക് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫോർമുലയാണ് a⁻⁻ mod p എന്ന് പറയുന്നത് a⁻p−2 mod p ആയിരിക്കും. അപ്പോൾ ഇതുകൊണ്ടുള്ള ആപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ, പ്രൈം നമ്പർ വെച്ചിട്ടുള്ള ഏതെങ്കിലും നമ്പേഴ്സ് ഒരു വലിയ പവറൊക്കെ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനായിട്ട് ഇത് എളുപ്പമാണ്, നമുക്ക് പെട്ടെന്ന് റെഡ്യൂസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പം ഇവിടെ 6⁻10 mod 11 എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 11നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ എന്താണ്, a⁻p−1 കോൺഗ്രുവൻറ്റ് ടു 1 mod p ആണ്. അപ്പോൾ എന്താ, ഇവിടെ a എന്ന് പറഞ്ഞാൽ 6, p എന്ന് പറഞ്ഞാൽ 11. അപ്പം 6⁻11−1 കോൺഗ്രുവൻറ്റ് ടു 1 mod 10, 6⁻10 കോൺഗ്രുവൻറ്റ് ടു 1 mod 10. അപ്പോൾ 6⁻10 mod 11 എത്രയായിരിക്കും? 1 ആയിരിക്കും. അതായത് 6⁻10നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 1 ആയിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ 6⁻11 ആണെങ്കിൽ എങ്ങനെയാണ്, 6⁻10 നമുക്ക് ഇവിടെ നിന്ന് കിട്ടി. അപ്പോൾ 6⁻11 എന്താ, 6⁻10 × 6 എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. അപ്പം അങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെതാ രണ്ട് സൈഡും 6 കൊണ്ട് ഡിവൈഡ് ചെയ്താലും 6⁻10നെ mod 11 എടുക്കുമ്പോഴത്തേക്കും 1 ആയിരിക്കും റിമൈൻഡർ. 3⁻12 mod 11 ഇതേപോലെ തന്നെ നമുക്ക് a⁻p കോൺഗ്രുവൻറ്റ് ടു a mod p ആയിരിക്കും. അപ്പോൾ നമുക്ക് 9 എന്നുള്ള ആൻസർ കിട്ടും. ഇനി ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ എങ്ങനെയാണ് ഫോർമുല, a⁻⁻ mod p = a⁻p−2 mod p. അപ്പം 8⁻⁻ mod 17 ആണെങ്കിൽ 8⁻17 - 2, അതായത് 8⁻15 mod p 17 ആയിരിക്കും. ഈ 8⁻15 എങ്ങനെയാണ്, a⁻m × a⁻n എന്താണ്, a⁻mn ആണ്. അപ്പോൾ 8⁻15 mod 17 എന്നാക്കാം. എന്നിട്ട് എന്താ, 8⁻15 കണ്ടുപിടിക്കാനായിട്ട് പാടല്ലേ, അപ്പോൾ ഇതിനെ 8² mod 17 എന്ന് പറയുന്നത് 13ഉം 8⁻3 mod 17 എന്ന് പറയുന്നത് 2ആണ്. അപ്പോൾ അതിനെ 2⁵ mod 17 എന്ന് പറഞ്ഞാൽ നമുക്ക് 15 ലാസ്റ്റ് ആൻസറായിട്ട് കിട്ടും. ഇനി ഈ ആൻസർ കറക്റ്റാണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം, ഈ കിട്ടുന്ന ഇൻവേഴ്സും ക്വസ്റ്റ്യനും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് 17 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 റിമൈൻഡറായിട്ട് കിട്ടും. അതുപോലെ തന്നെയാണ് 5⁻⁻ mod 23ക്ക് ഇത് അതേപോലെയുണ്ട്, 5⁻21 നമുക്ക് ചെറുതാക്കി നമുക്കൊരു ആൻസർ കിട്ടും. അതായത് 5⁻⁻ mod 23 എന്ന് പറയുന്നത് 14 ആയിരിക്കും.